ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ജ്യോതി മൽഹോത്ര എന്നത്. ആദ്യമൊക്കെ വ്ളോഗർ എന്ന് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അവരെ പിന്നീട് ചാരസുന്ദരി ജ്യോതി മൽഹോത്ര എന്ന് വിളിക്കാനും തുടങ്ങി. ഇങ്ങനെയുള്ള ചാരസുന്ദരികളുടെ ചരിത്രം നോക്കിയാൽ കേരളത്തിൽ വന്ന മാലദ്വീപുകാരിയായ മറിയം റഷീദ എന്ന സ്ത്രീയും അതിൽ കാണും. അക്കാലത്ത് കെട്ടിച്ചമച്ച ഒരു കേസ് പ്രധാന പത്രങ്ങൾ ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടിയത്. മറിയം റഷീദയെ ചോദ്യം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ട്രാൻസ്ഫർ മേടിച്ചു വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും അന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ചാരസുന്ദരിയാണ് മാതാ ഹരി. മാതാ എന്നും ഹരി എന്നും കേട്ടാൽ ഇന്ത്യക്കാരിയാണെന്ന് തോന്നുമെങ്കിലും അവർ ഹോളണ്ടുകാരിയായിരുന്നു. ജെർട്രൂഡ് മാർഗരറ്റ് സെല്ലെ അതായിരുന്നു മാതാ ഹരിയുടെ ശരിയായ പേര്. ഡച്ച് ഭാഷയിൽ മാതാ ഹരി എന്നാൽ പുലരി നക്ഷത്രം എന്നാണ് അർത്ഥം. തന്റെ സൗന്ദര്യവും വശ്യതയും കൊണ്ട് ലോകത്തെ മയക്കിയ സുന്ദരിയാണ് അവർ. മാതാ ഹരിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു രാജ്യവും അന്നുണ്ടായിരുന്നില്ല. 7 ഭാഷകളിൽ അറിവുണ്ടായിരുന്ന മാതാ ഹരി തന്റെ സൗന്ദര്യം കൊണ്ട് ചെന്ന നാടുകളെല്ലാം കീഴ്പ്പെടും. എന്നാൽ ആ സൗന്ദര്യവും വശ്യതയും അവളെ എത്തിച്ചത് ചാരപ്രവർത്തനങ്ങളുടെ ഒരു നിഗൂഢ ലോകത്തേക്കായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചാരപ്രവർത്തനത്തിൽ പിടിക്കപ്പെടുന്നതോടെ അവരുടെ ജീവിതവും അവസാനിക്കുകയായിരുന്നു. മാതാ ഹരിയെക്കുറിച്ച് പുറത്തു വന്ന കഥകളിലൊന്നും അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒരിക്കലും കാര്യങ്ങൾ സ്വയം വ്യക്തമാക്കാൻ അവർ തയ്യാറായതുമില്ല. അതോടെ അവരെക്കുറിച്ച് പുതിയ കഥകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നു. മറിച്ച് 100 വർഷങ്ങൾക്കിപ്പുറവും മാതാ ഹരിയുടെ ചുരുളയാത്ത ജീവിതത്തിന്റെ കഥകൾ പലരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാരീസിൽ ഒരു ഡാൻസറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് മാതാ ഹരി ജർമ്മനിക്ക് വേണ്ടി ചാരപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് നൃത്തം കാണാൻ വരുന്ന ഓഫീസർമാരെ വശീകരിച്ച് കിട്ടുന്ന രഹസ്യങ്ങളെല്ലാം മാതാ ഹരി ജർമ്മനിക്ക് നൽകി. വിവരം പുറത്തറിഞ്ഞോടെ 1917 ഫെബ്രുവരി 13 ഫ്രഞ്ച് പോലീസ് മാതാ ഹരിയെ കസ്റ്റഡിയിലെടുക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മാതാ ഹരിക്ക് സ്കോട്ട്ലൻഡുകാരനായ ക്യാപ്റ്റൻ മക്ലിയോഡിൽ ജനിച്ച പുത്രിയും പിന്നീട് ചാരവനിതയായി. ബാൻഡ എന്നാണ് മകളുടെ പേര്. ഇന്തോനേഷ്യൻ വിപ്ലവകാരികൾക്കും ജപ്പാൻകാർക്കും വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ബാൻഡയെ ഡച്ച് പട്ടാളം പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മാതാ ഹരിയെക്കുറിച്ചുള്ള കഥകളിൽ ഏറ്റവും നിറം പിടിപ്പിച്ച ഒന്നാണ് അവരുടെ മരണത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങൾ. ഫയറിംഗ് സ്ക്വാഡിലെ സൈനികർ തങ്ങളുടെ തോക്കുകൾ ഒന്നൊന്നായി ലോഡ് ചെയ്തു. ആ തോക്കുകൾ ഉയർത്തി മാതാ ഹരിയുടെ നേർക്ക് സൈനികർ ഉന്നം പിടിച്ചു. എന്നാൽ തന്റെ നേർക്ക് ഉന്നം പിടിച്ചു നിന്ന ആ ഫയറിംഗ് സ്ക്വാഡിന്റെ നേർക്ക് മാതാ ഹരി എന്ന സുന്ദരി ഫ്ലൈയിങ് കിസുകൾ പറത്തിവിട്ടു എന്നാണ് പറയുന്നത്. ചുംബനങ്ങൾക്ക് മറുപടിയായി വന്ന വെടിയുണ്ടകൾ അവരുടെ ജീവനെടുക്കുകയും ചെയ്തു. അങ്ങനെ അവസാന നിമിഷത്തിലും ചുംബനം നൽകിക്കൊണ്ട് മാതാ ഹരി എന്ന ചാരസുന്ദരി ഈ ലോകത്തോട് വിട പറഞ്ഞു.